CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആശയവും ആദർശവും ഒരു വശത്ത്, നയവും ഒരു വശത്ത്, മറുവശത്ത് അധികാരം. ഇതിന് തമ്മിലൊരു കോംപ്രമൈസ് വന്നപ്പോഴൊക്കെ CPI കുറച്ച് കൂടുതലായി ആദർശത്തിനും ആശയത്തിനും നയത്തിനും മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്, മുമ്പും കൊടുത്തിട്ടുണ്ട്. അതിനവർക്ക് പലപ്പോഴും വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ സങ്കല്പത്തിൽ കോൺഗ്രസുമായിട്ടുണ്ടായിരുന്ന നല്ലൊരു സേഫ് ബെർത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിന്ന് മാറി വളരെ കൃത്യമായി ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നു. അതിനുശേഷം വലിയേട്ടനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞനിയൻ എന്നുള്ള നിലയിൽ പലതും സഹിച്ചും പുറത്തുമൊക്കെ ഇങ്ങനെ കൂടെ പോവുകയായിരുന്നു. ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് CPI ചെന്നപ്പെട്ടിരിക്കുന്നത്. അത് CPI ആദ്യം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ NEPക്ക് ശക്തമായി എതിർപ്പായിരുന്നു. പല കാര്യങ്ങളിൽ CPI എതിർപ്പുണ്ട് CPMനോട്. എന്നാൽ NEPയിൽ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ശക്തമായ എതിർപ്പുണ്ട്. പക്ഷേ CPI എതിർപ്പ് പറയുമ്പോൾ CPM എതിർത്തിരുന്നു. അതാണ് എൻ്റെ ഒരു വളരെ രസകരമായ കാര്യം. CPM എതിർത്തുന്നു. BJP ഒഴിച്ചുള്ള എല്ലാ കക്ഷികളും, കോൺഗ്രസ്, BJP, പിന്നെ CPM, CPI, RSP, പിന്നെ മുസ്ലിം ലീഗ്, കേരള, എല്ലാവരും എതിർത്തിരുന്നു. NEP കേരളത്തിൽ വേണ്ട, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ വേണ്ട. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ ഫണ്ടുമായി ടൈപ്പ് ചെയ്തപ്പോൾ, ഫണ്ട് തരണമെങ്കിൽ ഇത് വേണം എന്ന് പിടിച്ചപ്പോൾ കുറേശ്ശെ മറ്റ് പാർട്ടികൾ മാറി CPM അവസാനം വല്ലാതെ അങ്ങ് മാറി. ഇതിനിടയിൽ പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തിരിക്കാം. പണ്ടൊരിക്കൽ പോയപ്പോഴാണ് ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞ അവസാനം ഗെയിൽ പദ്ധതിക്ക് സ്ഥലമൊക്കെ എടുത്ത് നിർബന്ധിച്ചെടുത്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് പിന്നെ പല പൈസയും കിട്ടിയത്. കേന്ദ്ര ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില നിർബന്ധങ്ങളുണ്ട്. അവർ NEP നടക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ശക്തമായി നിർബന്ധിച്ചിരുന്നോ. ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ, വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും കർശനമായി അവിടെ നിന്നൊരു PMൻ്റെ ഓഫീസിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ സൈഡിൽ നിന്നോ കർശനമായ ഒരു നിർദ്ദേശം വന്നോ, നിങ്ങൾ NEP നടപ്പിലാക്കിയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. ഇത് പക്ഷേ നടപ്പിലാക്കാൻ മന്ത്രിസഭ അറിയാതെ ചെയ്തു എന്നുള്ളതാണ് CPIയുടെ ഒന്നാമത്തെ മുറുമുറുപ്പിനോ അല്ലെങ്കിൽ തർക്കത്തിലുള്ള കാര്യം. GR അനിൽകുമാറൊക്കെ പറഞ്ഞു, ഞങ്ങൾ എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത്? ഞങ്ങൾ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മന്ത്രി ശ്രീ രാജൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം അടുത്ത മന്ത്രിസഭയെ പോലും കൊണ്ടുവരാതെ ഞങ്ങളെ നിഴലിൽ നിർത്തിക്കൊണ്ട്, തീർച്ചയായിട്ടും മന്ത്രിമാരെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു സെക്രട്ടറി കയറി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റുന്നതല്ല എന്നാണ് CPIയുടെ ഒരു നിലപാട്. ഇങ്ങനെ പോയാൽ ബംഗാളാകും കേരളം. കാരണം ബംഗാളിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM അതിൻ്റെ അപ്പർ ഹാൻഡ് എടുത്തു. CPM അപ്പർ ഹാൻഡ് എടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയിലേക്ക് അപ്പർ ഹാൻഡ് മാറി. അത് അവസാനം ചെറിയൊരു ടീമിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് ബംഗാളിൽ ഈ ടാറ്റയെ സംബന്ധിച്ചൊക്കെ ഉള്ള വലിയ ചർച്ചകൾ വരികയും അത് ഇടതുപക്ഷത്തിലേക്ക് ചർച്ചയ്ക്ക് പോകാതിരിക്കുകയും മുന്നണി ചർച്ച നടക്കാതിരിക്കുകയും CPIയും കൂടെ നിന്നവരെ ആരെയും വിശ്വാസത്തിലെടുക്കാതെയൊക്കെ വന്ന് അത് വേറെ രൂപത്തിലേക്ക് ബംഗാളിൻ്റെ പതനത്തിന് തന്നെ CPMൻ്റെ 10-35 വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിക്കുന്നിടത്ത് തന്നെ മമതാ ബാനർജിക്ക് കയറി വരാനുള്ള സാഹചര്യത്തിൽ തന്നെ ബംഗാൾ ഗവൺമെൻറ് പോയി. അപ്പോൾ അതുപോലെ കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം LDF കഴിഞ്ഞാൽ UDF കഴിഞ്ഞാൽ LDF, ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും BJP വരുമെങ്കിൽ BJP, അങ്ങനെയേ ഉള്ളൂ. വേറെ സാധ്യതകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെ ഗൗരവമായ തോതിലാണ് ഇപ്പോൾ ഈ വിഷയം കയറി നിൽക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജിയിൽ കുറഞ്ഞ് എന്തെങ്കിലും അവർ ചെയ്താൽ, മന്ത്രിസഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ കാര്യമില്ല. 1-2 മന്ത്രിസഭയിൽ നിന്ന് വിട്ടു നിന്നത് കൊണ്ടോ കാര്യം. എത്ര മന്ത്രിസഭ ഉണ്ട്? ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ മന്ത്രിസഭ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ കുറച്ച് മന്ത്രിസഭയല്ലേ ഉള്ളൂ. അപ്പോൾ മന്ത്രിസഭയിൽ വിട്ടു നിൽക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. മന്ത്രിമാർ രാജിവയ്ക്കുമോ എന്നുള്ളതാണ്. രാജിവയ്ക്കണം എന്നൊരു സമ്മർദ്ദമാണ് CPIയുടെ പുറത്തുള്ളത്. എന്തായാലും ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെയും നയപരമായ രാഷ്ട്രീയത്തിൻ്റെയും നിലപാട് തറയിൽ ഊന്നിയ രാഷ്ട്രീയത്തിൻ്റെയും പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ നിലപാടും ആശയവും ആദർശവും ഒക്കെ എടുക്കുമ്പോൾ CPI ഇതിനകത്ത് വഴങ്ങുമോ? കാരണം മുഖ്യമന്ത്രി ഇവിടെ ഇല്ല. ഇപ്പോൾ ബഹ്റൈനിൽ കഴിഞ്ഞ് മുഖ്യമന്ത്രി വരികയാണ്. മുഖ്യമന്ത്രിയാണ് നേരിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും കാട്ടി ഭീഷണിപ്പെടുത്തും, മറ്റൊരുപാട് കാര്യം. ഇപ്പോൾ ഒരു ഭരണവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന ചുമതലയുടെ കയ്യിലിരിക്കുന്ന ആളിന്, ആഭ്യന്തര വകുപ്പ് കയ്യിലിരിക്കുന്ന ആളിന്, വിജിലൻസ് കയ്യിലുള്ള ആളിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് CPI ഇതിന് വഴങ്ങുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അല്ല കർശനമായി ഇത് പിൻവലിച്ചാൽ മാത്രമേ CPI ഇനി സഹകരിക്കുകയുള്ളൂ എന്നൊരു ചോദ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെയാകുമ്പോൾ ഇത് ഒപ്പിട്ട സെക്രട്ടറിയാണോ പ്രതി? അത് ഭരണഘടനാപരമായി സെക്രട്ടറി ഇപ്പോൾ പ്രതിയാവും. ഒപ്പിട്ട സെക്രട്ടറിയാണോ ഇതിനകത്ത് പ്രതി? അങ്ങനെ പിന്നെ അതോ മന്ത്രി ശിവൻകുട്ടി മന്ത്രി ഇതിനകത്ത് പ്രതിയാകുമോ? പ്രതി മീൻസ് അദ്ദേഹം ഈ പ്രതിയുടെ പട്ടികയിൽ, അതായത് അദ്ദേഹം പിന്നെ മന്ത്രിസഭ അറിയാതെ മന്ത്രിസഭയിൽ വന്നൊരു വിഷയത്തിൽ മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ ഒപ്പിടാൻ അനുവാദം കൊടുത്ത മന്ത്രി ഏത് നിലയിലായിരിക്കും മന്ത്രിയെ ഇനി നമുക്ക് ഭരണഘടനാപരമായും അല്ലാതെയൊക്കെ കാണാൻ പറ്റുക?
അതുപോലെ തന്നെ CPIയുടെ നിലപാട് എന്തായിരിക്കും. എന്തായാലും 27-ാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ അതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ പരിപാടി നടക്കുന്നു, പുഷ്പാഞ്ജലി ശ്രദ്ധാഞ്ജലിയൊക്കെ നടക്കുന്നു. അവിടെ വെച്ച് എല്ലാവരും അവിടെ വരുന്നത് കൊണ്ട് CPIയുടെ യോഗം അവിടെ വെച്ച് സംസ്ഥാന തലത്തിലുള്ള യോഗം നടക്കുകയാണ്. അതിനകത്ത് വെച്ച് വളരെ കൃത്യമായൊരു നടപടി CPI എടുക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ രാജിയിൽ കുറഞ്ഞ് എന്തെങ്കിലും CPI ചെയ്താൽ അത് CPIയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒന്നുകിൽ PM ശ്രീയിൽ നിന്ന് കേരളം മാറണം. അത് എളുപ്പമല്ല. ഒരു MOU കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒപ്പുവെച്ചാൽ മാറുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇത് PM ശ്രീയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM ശ്രീയിൽ ഒപ്പുവെച്ചത് ME ഗോവിന്ദനും പറയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. TP രാമകൃഷ്ണൻ LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണനും പറയുന്നു ഇത്ര കുഴപ്പം പിടിച്ചതാണോ, ഇത് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല, ഉള്ളതല്ല, ചില NEPയിലെ ചില പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്നുള്ള നിലയിൽ ഡൈലൂട്ട് ചെയ്താണ് CPMകാർ കാണുന്നത്. CPMലെ മറ്റ് സഹാക്കളും അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളും ന്യായീകരിച്ച് നടക്കുന്ന ആളുകളുമൊക്കെ ഇതിനെ കൃത്യമായി ഇന്നലെ വരെ ഇതിനെ തള്ളിപ്പറഞ്ഞു. ഇന്നത് ഓണപ്പേത് പറയുന്നു, മറ്റ് മാർഗ്ഗമില്ല. അവർ ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ NEPയൊക്കെ നാഗശികാന്തി എതിർത്തതാണ്. ഇത് പറ്റില്ല കേരളത്തിലെന്ന് പറഞ്ഞതാണ്. പണം കിട്ടിയില്ലെങ്കിലും പറ്റില്ല, പക്ഷേ ഇപ്പോൾ പണം കിട്ടിയാൽ ഇത് പറ്റും എന്നുള്ളതല്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഒരു മാറ്റം, നയം മാറ്റത്തിലേക്ക് ഭരണകക്ഷി പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ ME ഗോവിന്ദൻ പറയുന്നു LDFിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനല്ല ഗവൺമെൻറ്. ഇത് പലവട്ടം ME ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. LDF അല്ല ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ്, അത് അതിൻ്റെ രീതിയിൽ പോകാൻ പറ്റൂ. LDF ആണ്, അത് അതിൻ്റെ രീതിയിൽ പോകും. പക്ഷേ ഇങ്ങനെ LDFിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനല്ല ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ജനങ്ങൾ പിന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? മാനിഫെസ്റ്റോ വെച്ച്, പ്രകടന പത്രിക വെച്ച് LDF തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, രാഷ്ട്രീയമായി മത്സരിച്ച് ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ LDFിൻ്റെ നയം നടപ്പിലാക്കാനല്ല ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് ME ഗോവിന്ദൻ പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാണ് മനസ്സിലാവാത്തത്. അതും മനസ്സിലാകുന്നില്ല. അപ്പോൾ CPIയുടെ ഈ രാഷ്ട്രീയ നിലപാട് എങ്ങോട്ട് പോകും? CPI രാജിവെക്കുമോ? രാജിയിൽ കുറഞ്ഞൊന്നും CPIയുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാന കാര്യം. രാജി അല്ലാതെ മറ്റൊരു മാർഗമില്ല. പക്ഷേ അവർ രാജിവെക്കുമോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു മന്ത്രിസഭയിൽ പോകാതിരുന്നത് കൊണ്ടോ 2 മന്ത്രിസഭാ യോഗത്തിൽ പോകാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ തോന്നുന്നില്ല. അപ്പോൾ നയത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, തത്വത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ആദർശത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, പറഞ്ഞിടത്ത് ഉറച്ചു നിന്നാണ് പോകുന്നതെങ്കിൽ CPIക്ക് ഒരടി പിന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് മാത്രമേ യാത്രയുള്ളൂ. അതാണ് ഇന്നത്തെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. ഇതിനിടയിൽ UDF നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശും സംഘമൊക്കെ CPI വരൂ എന്ന് പറഞ്ഞ് CPI നമ്മൾ പണ്ട് ഒന്നിച്ച് നിന്നതല്ലേ, അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് CPIയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് CPI വിളിക്കുന്ന UDF, മറുവശത്ത് CPIക്ക് നയപരമായ ഒരു തീരുമാനമെടുക്കാൻ വലിയ സമ്മർദ്ദമാണ് അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും വരുന്നത്. ഈ ഗ്യാപ്പ് നോക്കി ഇന്ത്യ മുന്നണി എന്നുള്ള കൺസെപ്റ്റിൽ UDFിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് CPMൻ്റെ പുറത്തൊരു സമ്മർദ്ദമുണ്ട്. അപ്പോഴും അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ മതേതര ശക്തികളെ ശക്തിപ്പെടുത്താനുള്ള, ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്താനുള്ള ആ നയത്തിൽ എങ്ങനെ വെള്ളം ചേർത്തുകൊണ്ട് CPMൽ നിന്ന് മാറും എന്നുള്ളൊരു ചോദ്യവും CPI അലട്ടുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. CPMനകത്തും ഇപ്പോഴും MA ബേബി അല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രകാശ് കാരാട്ടാണ് പലതും നിയന്ത്രിക്കുന്ന എന്നൊരു വാർത്തയും ഇതിനിടയിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ മുന്നണിയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആര് ജയിക്കും, ആര് വീഴും, ആര് വാഴുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോഴും CPIയുടെ മുന്നിൽ ഒരേ ഒരു ചാൻസേ ഉള്ളൂ. രണ്ടാമതൊരു ഉത്തരമില്ല, രാജിവെക്കുക.